ഇപ്പോഴും അച്ഛനോട് പിണക്കമാണോ? എന്ത് തെറ്റാണ് അച്ഛൻ ചെയ്തത്? ഒന്ന് തല്ലിയതോ? എന്റെ മക്കളെ അല്ലാതെ ഞാൻ പിന്നെ ആരെയാ തല്ലുക, ശാസിക്കുക, സ്നേഹിക്കുക? പറ മക്കളെ. നീ വരില്ലല്ലേ? വേണ്ട, വരണ്ട. പക്ഷെ എവിടെയാണെന്നെങ്കിലും ഒന്നറിയിച്ചുകൂടെ? നിനക്കറിയില്ല ഒരച്ഛന്റെ വേദന. എനിക്ക് എന്റെ മോനെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റുമോ ശാരദ? മരിച്ചാൽ എന്റെ ചിത കത്തിക്കാൻ, കർമ്മം ചെയ്യാൻ അവൻ വരുമോ? അങ്ങനൊന്നും പറയരുത്. അവൻ വരും, എനിക്ക് ഉറപ്പുണ്ട്. അവൻ നമ്മെ ഉപേക്ഷിക്കില്ല. ഞാൻ ആദ്യം മുലയൂട്ടിയത് അവനെയല്ലേ? അമ്മേ, അങ്ങോട്ട് ചെല്ലാൻ. നിനക്ക് അതും കൊടുത്തുകൂടായിരുന്നോ? നിന്റെ അച്ഛൻ തന്ന പൈസ എന്റെ പോക്കറ്റിലില്ല. നീ ആ കൊച്ചിനെ വെയിൽ ഒളിപ്പിച്ച് കറപ്പിക്കില്ലേ? അമ്മേ, നീ മുകുന്ദേട്ടന്റെ ചേച്ചിയും വരുന്നു. നല്ല ആൾക്കാരാ. ഇന്നലെ രാത്രി വരാന്ന് പറഞ്ഞിട്ട് വരാനിരുന്നതാ. മൂപ്പര് അടിച്ച് ഫിറ്റായി പോയി. ഫിറ്റായതൊന്നല്ല, ഓഫായതായിരിക്കും. എനിക്ക് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വയറ്റിലിട്ട് നടക്കാൻ വലിയ പാടാ. അതുകൊണ്ട് ഞാനത് അപ്പ തന്നെ അങ്ങോട്ട് ഒഴിവാക്കും. അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വാള് വയ്ക്കാന്ന് പറയും. അഖിലേക്ക് മനസ്സിലായില്ല അല്ലേ? ടിപ്പു സുൽത്താന്റെ വാളേ. എന്തൊക്കെയുണ്ട് വിശേഷം? വിഷുവായിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ? ഓ, കാട്ടുകോഴിക്ക് എന്ത് കർക്കട ചങ്കരാന്തി. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറി വാ. മിലിറ്ററിയാ? നമ്മളെ മേലെ വീട്ടിലെ തോമസിനെ മോൻ വന്നപ്പോ കൊണ്ടുവന്നാ. ഒന്നുകൂടെ വയ്ക്കട്ടെ. അയ്യോ മതി, മണക്കും. ഈ മിലിറ്ററിക്ക് മണം ഉണ്ടാവില്ല. ആ പറഞ്ഞത് ശരിയാ. മിലിറ്ററിക്ക് മണം ഉണ്ടാവില്ല, പക്ഷെ വാ മണക്കും. എടോ അച്ചുവേ, അവള് പോലീസ് നായുടെ എനവാ, മണത്ത് പിടിക്കും. ചോട്ടെ, എന്തായാലും ഇന്ന് നമ്മൾ അടിക്കുന്ന അവൾക്കറിയാം. അവിടെ നല്ല ഞാൻ തണുത്ത വെള്ളം എടുത്തോണ്ട് വന്നേ. അയ്യോ കഴിഞ്ഞു. അതെ, ഒന്നടിച്ചാലും രണ്ടടിച്ചാലും മണക്കും. അപ്പൊ പിന്നെ മൂന്നായാലും എന്താ? നീ എന്നെ കൊലക്ക് കൊടുക്കല്ലേ അച്ചു. ഞാനത് ചെയ്യോ? ഇതും കൂടി എന്റെ വലിക്ക്. വേണ്ടടാ അച്ചു, അവൾ എന്നെ ചീത്ത പറയും. അറിഞ്ഞെങ്കിലും അല്ലേ ചീത്ത പറയൂ. അത് ഞാൻ നോക്കിക്കോളാം.
തമാശ കാണിക്കാണ്ട് താണ്ട് വലിക്കും, എനിക്ക് പോണം. വേണ്ട അച്ചു. ആ പിടിക്കേന്ന്. ഇനി വായൊന്ന് തുറക്ക്. എന്തിനാ? തുറക്കുന്ന്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, വിക്സ് ഒക്കെ ഞാൻ തന്നെത്താൻ പ്രതിക്കോളാം. അടുത്ത് ഉള്ളോട്ട് ഉള്ളോട്ട്. ഇനി ശാരദല്ല ദമയന്തി ഒന്നാ പോലും പിടിക്കാൻ പറ്റില്ല. അതെ, ഞാൻ 20 കൊല്ലം അതിന്റെ ഭാര്യയെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. 20 കൊല്ലം. ഒരു കുഴപ്പമില്ലാന്ന്, ചെറിയൊരു നീറ്റലുണ്ടാവും, അത് പ്രശ്നമാക്കണ്ട. എന്നാ പിന്നെ അലയും വിട്ടോ, നമുക്ക് പിന്നെ കാണാം. അപ്പൊ നീ വരുന്നില്ലേ? ഞാനിപ്പോ വന്നാ ശരിയാവില്ല, ചേട്ടൻ പോയിക്കോ. പിന്നെ ഞാനായിരുന്നു കൂട്ടുകെന്ന് ശാരദയോട് പറയണ്ട. എടാ ദുഷ്ട, 2 പെക്കിനൊക്കെ ശാരദയെ പിടിച്ചാലോ, അപ്പൊ ഇയാള് 4 പെക്കൊക്കെ എങ്ങനെ അടിക്കുക? ഇന്നെന്താണ് വല്ലാത്തൊരു നോട്ടം? അല്ല, ഈ വിയർക്കണ കണ്ടപ്പോ ഒന്ന് നോക്കിയതാ. അടിച്ചു അല്ലേ? ഏയ് ഞാൻ അടിച്ചില്ല, വെറുതെ അച്ചുവായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞു. ദേ കള്ളം പറയരുത്. തണുത്ത വെള്ളം ചോദിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കഴിച്ചു കരുതി ഞാൻ ഒന്നും പറയില്ല, പക്ഷെ നോണ പറയരുത്. അടിച്ചു ഒന്ന്. ദേ വീണ്ടും കള്ളം പറഞ്ഞു. അത് പിന്നെ അച്ചു നിർബന്ധിച്ചപ്പോ. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ 4 വർത്താനം പറയുന്നുണ്ട്. അയ്യോ ഒന്നും പറയല്ലേടോ, ഇന്ന് വിഷു അല്ലേ. കുട്ടികൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ നീ ചോറെടുത്ത് നോക്ക്, വല്ലാത്ത വിശപ്പ്. ഇന്ന് നമുക്കൊന്ന് ചിരിക്കാം. എത്രയായി? എത്രയായി? 40 രൂപ. 40 രൂപ. ഇവിടെ വരെ വരുന്നതിന് 20 രൂപ. അതെ, ഇങ്ങോട്ട് വരുന്നതിന് 20, പോകുന്നതിന് 20. ആരാ പറഞ്ഞത് നിന്നോട് തിരിച്ചു പോവാൻ? നീ ഇവിടെ കിടന്നോടാ, അത് കൊടുത്താ മതി. പിടിച്ചോ. അല്ല ദരിദ്രം. നീ എന്തിനാടാ സുമാരനായിട്ട് വളർക്കണ്ടായി? വിഷമം കൊണ്ടാടാ, മനസ്സിലെ വിഷമം കൊണ്ട്. എടാ, അവന്റെ ഒപ്പം പനിയെന്ന് വീണ് മരിച്ചപ്പോ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ ഒരു ഒറ്റ ഒഴുത്തിനാ. പാലക്കാടുള്ളവന്റെ അളിയന്റെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞു, പീരുമേടുള്ളവന്റെ പെങ്ങളെ ആളെ വിട്ട് അറിയിച്ച്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അവൻ എന്നെ അടിയന്തരം അറിയിച്ചില്ലടാ. പിന്നെ എനിക്ക് എങ്ങനെ വിഷമം ഉണ്ടാവുമായിരിക്കും? നീ വിഷമിക്കണ്ട, നിനക്കൊരു അവസരം ഉണ്ടാവും. എന്തവസരം? നിന്റെ അച്ഛനും പനമെന്നല്ലേ കാരണേ, വീഴാതിരിക്കില്ല. വെയിറ്റ് ചെയ്യ്. അല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിന്റെ വീടെത്തി നീ കള്ളു കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഡീസന്റ് ആയിരിക്കും. അതിനെന്താ സംശയം? ഞാൻ എത്ര കുടിച്ചാലും ഡീസന്റാ. എടി മനുഷ്യ കൊയ്താണ്, ഇറങ്ങി വരാൻ. എടി പിട്ടക്കാരി, ഇങ്ങനെ ഇറങ്ങി വാടി. അവളെ ഇങ്ങട് വാടി ഇങ്ങട്. ദേ വെളിയിൽ കിടന്ന് വിളിച്ചു പോണ്ട, അകത്ത് കയറി ഇരിക്കും, ആൾക്കാർ കേൾക്കും. കേക്കട്ടെ എന്റെ സങ്കടം. അകത്ത് കയറി മധുപൂത ആഘോഷിക്കാൻ വന്നവരല്ല ഞാൻ. നീ എന്റെ കെട്ടിയോളല്ലേ? ആണെങ്കിലേ പറഞ്ഞ സ്ത്രീധനം തരുമായിരുന്നു. എവിടെ തരാൻ? നല്ലൊരു ദിവസമായിട്ട് വെറുതെ. ആഹാ, കണ്ണും കൈയും കാലും കാട്ടി നീ എന്നെ സൗന്ദര്യത്തെ ലൈൻ കമ്പി പോലെ വളർത്തിയെടുക്കണേ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം. അത് മതി. ഈ സാധനത്തിന് ഇവിടുന്ന് കൊണ്ടുപോയാ മതി. നിനക്ക് എന്റെ വക 2 കുട്ടികളും ഫ്രീയാ. ആരും തരുടോ ഇങ്ങനെയൊക്കെ? നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെന്നേ. ഞാൻ ചെന്നാലൊന്നും ആ ബഹളം തീരില്ല. അത് തീരണമെന്നുണ്ടെങ്കിലേ അവൻ കുടിച്ച വെള്ളം തലേന്ന് ഇറങ്ങണം. നീ വാതിലടയ്ക്ക. തലവിധി. ഇല്ലെങ്കിൽ വേണ്ട. തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച്.
പോണ്ടേ നമുക്ക്? ശ്രീധനം വാങ്ങുന്നില്ലേ? ഭയങ്കര ചൂട്. ആ ഇന്നലെ രാത്രി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ ഇന്നലെ എന്തൊക്കെയാ വിളിച്ചു കൂവിയത്? എന്നെ നാണം കെടുത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതൊക്കെ പോട്ടെ, നമുക്ക് പോവാം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ. മതി, പതുക്കെ വന്നാ മതി. പക്ഷെ ഇപ്പൊ എന്റെ മോളെ വീടിന്റെ താക്കോൽ ഇങ്ങതാ. എന്താ മൂന്നേട്ടാ രാവിലെ തന്നെ രണ്ടാളും കൂടി? ഏയ്, പെട്ടെന്നൊരു യുദ്ധം വന്നാ നമ്മൾ എന്താ ചെയ്യാന്ന് ഭാര്യയോട് ചോദിക്കായിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ യുദ്ധമാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല. പിന്നെ മനുഷ്യന്റെ ഫീലിംഗ് അത് ചിലപ്പോ മറ്റവനെ കൊണ്ട് നിർത്താനാവും. അപ്പൊ ഇത്തിരി അടിക്കും. എന്നാ മുകുന്ദേട്ടൻ ഇപ്പൊ പോവണ്ട, 2 ദിവസം കഴിഞ്ഞു പോയാ മതി. ഞാനൊന്ന് റെഡി ആവട്ടെ. അതെ, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, താക്കോല് തരാം. വേണ്ട, ഞാൻ പോണില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. പശു വാല് പൊക്കണതും കാള വാല് പൊക്കണതും എന്തിനാന്ന് ഈ മുകുന്ദന് നന്നായിട്ട് അറിയാം. ആ കളി എന്നോട് വേണ്ടേ. ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലേ വേറെ ആള് വന്ന് നിന്നെ പീസ് കെട്ടും. ആട്ടെ, എന്റെ അച്ഛൻ പോയോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. എന്തായാലും എന്നെപ്പ കാണണ്ട. അയ്യോ, എന്റെ അമ്മേ. അഖിലേ, നീ വരുന്നില്ലേ? ഇല്ല, അച്ഛൻ നടന്നോളൂ, ഞാൻ റെഡി ആയിട്ടില്ല. അവളുടെ മേക്കപ്പ് തീരട്ടെ. ദേ അമ്മേ, കളിയാക്കണ്ട കേട്ടോ, അസൂയ. ആ പിന്നെ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ നമ്മുടെ അച്ചോട്ടന്റെ വീട്ടിലൊന്ന് കയറണം. ഗീതയ്ക്ക് ഒരു ആലോചന വന്നിരുന്നു പാലക്കാട്ട് നിന്ന്. അതെന്തായെന്ന് ചോദിക്കണം. ശരി, സമയം കിട്ടിയാ കേറാം. വരട്ടെ. വിഷ്ണുട്ടാ, ഞാൻ വൈകിയോ? ദേ അധികം വീർപ്പിക്കണ്ട, പൊട്ടിപ്പോവും. അല്ല, ഇന്നലെ എന്താ വീട്ടിൽ വരാത്തെ? എനിക്ക് സൗകര്യമില്ല. അയ്യടാ, എന്നാ സാറിന്റെ സമയം സൗകര്യം പറഞ്ഞാ വന്ന് കണ്ടോളാം. നീ രാവിലെ എന്നെ കളിയാക്കുക. അയ്യോ, തോന്നിയോ? ദേ, നീ എന്നെ അധികം പഠിപ്പിക്കല്ലേ. ഇല്ല, പഠിപ്പിക്കുന്നില്ല. വന്ന് വണ്ടി കയറ്. ആഹാ, ദേ വലിയ പത്രാസൊന്നും കാണിക്കണ്ട. ഞാനും ഒരു വണ്ടി മേടിക്കും. അത് ഇതുപോലെ ആട്ടോ എന്നായിരിക്കില്ല, കാറ് മേടിക്കും. എന്നിട്ട് വിഷ്ണുവേട്ടനെ അതിലിരുത്തി ഒരു പറപ്പിക്കലുണ്ട്. എത്ര മധുരമായ നടക്കാത്ത സ്വപ്നം. ഓ, ഞാൻ വാങ്ങും. എനിക്ക് ജോലി കിട്ടട്ടെ, സത്യം. ഈ മയിലാടുന്നത് കൊണ്ട് കോഴി ആടിയാ കോഴിയുടെ തല പോകും, മനസ്സിലായോ? ഓ, ഞാൻ വെറുതെ പറഞ്ഞതാടി എന്റെ കമ്പ്യൂട്ടർ പെണ്ണെ. ഞാൻ ഇനി മിണ്ടില്ല. ആ, ഇപ്പൊ വാദി പ്രതിയായോ? വാ പോകാം, വണ്ടി കയറി. അച്ചുവേ, ആഹാ, അല്ല ഇതാര്? ഇതെന്താ ഒറ്റയ്ക്ക്? ഞാൻ ഓഫീസ് വിട്ട് വരിക. അപ്പൊ ഇവിടെ വരെ ഒന്ന് കേറാമെന്ന് ഓർത്തു. ആ, എന്തായി മോളുടെ ആലോചന? അതിപ്പോ നടക്കാൻ പോണില്ല. അതെന്താ? അവക്ക് ചെക്കനെ പിടിച്ചില്ല. ഓ, അതുകൊണ്ടൊന്നും അല്ല അമ്മാവ. പിന്നെ എനിക്കിപ്പോ കല്യാണം വേണ്ട, ആദ്യം ഏട്ടന്റെ കഴിയട്ടെ. ഓ, അയ്യോ നമ്മേ. ആ, വാ വാ വാ. ആ, അച്ചു, നീ എവിടെ ആയിരുന്നു? ഞാൻ സുഖവാസ കേന്ദ്രത്തില്, ഏ, അതായത് ബാത്റൂമില്. ഇന്നലത്തെ വിക്സ് ശരിയായില്ല. ഒക്കെ ഞാൻ അറിഞ്ഞു. ഒരുപാട് കഥ കേട്ടും വായിച്ചും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ വിക്സ് തിന്നുന്ന കഥ കേൾക്കുന്നത്. വിക്സോ? ആലുവ പാലം മൊത്തം വിഴുങ്ങുന്ന പാർട്ടികളും ഉണ്ട്. അത് ഞങ്ങൾക്കൊട്ടൊന്ന് വെച്ചതാണല്ലോ. അങ്ങനെ തോന്നിയോ? ഇവിടെ അധികം നേരം ഇരിക്കണ്ട, നമുക്ക് പോയേക്കാം. എന്താ രണ്ടാളും കുശുകുശുക്കണേ? നിന്നെ പെട്ടെന്ന് കെട്ടിച്ചുവിടുന്ന കാര്യം പറയായിരുന്നു. ശാരദയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണോ? ദൈവ സഹായത്താൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. എന്താച്ചു? ഞാനിപ്പോ വരാം. ഇന്നലത്തെ മിലിറ്ററി
ചതിച്ചു. അയ്യോ. ഇന്നലെ തുടങ്ങിയ ഓട്ടാ ഇതുവരെ നിന്നിട്ടില്ല. അതെ, ഈ കട്ടൻ ചായയിലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക, അപ്പൊ നിൽക്കും. ചേട്ടൻ അങ്ങനെയായിരിക്കും നിന്നതല്ലേ? അതെ. അത് പോട്ടെ, ചെക്കൻ എന്താ ചോദിച്ചേ? ഒന്നും കാര്യമായിട്ട് ചോദിച്ചില്ല. ആ. ഒരു 4 ലക്ഷം മാത്രം. എന്നിട്ട് എന്തു പറഞ്ഞു? എന്തു പറയാൻ, നോട്ട് അച്ചടിച്ചു തുടങ്ങുമ്പോ അവിടെ എത്തിക്കാമെന്ന് വിഷ്ണുട്ടൻ പറഞ്ഞു. അഖിലയുടെ കാര്യം നോക്കണ്ടേ? ആ, നോക്കണം. ഇത്തിരി കടമുണ്ട്, പിന്നെ ജാതകവും ശരിയാകണ്ടേ. ആദ്യം ഇതങ്ങട് കഴിയട്ടെ. ഞാൻ ഇറങ്ങുക. ചിലപ്പോ അച്ചു ഇറങ്ങാൻ വൈകും. അച്ചുവേ. എന്നാല് തട്ടെ മോളെ.